إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربي قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മളെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ കലാലയങ്ങളിലേക്ക് വിദ്യ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. 2 മാസക്കാലം സജീവമായ നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ കളികളും ചിരികളുമൊക്കെ ഇനി കാര്യമായ ഒരു പഠനവുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് തിരിയുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും രക്ഷിതാക്കൾ എന്ന നിലക്ക് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ടത്തെ പോലെയല്ല, എല്ലാവരും അവരവരുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, അതിനുവേണ്ടി തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് വലിയ ഒരു ഭാഗം മാറ്റിവെക്കുന്നവരുമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പുതിയ കുറെ വെല്ലുവിളികളും ഈ രംഗത്തുണ്ട്. നമ്മുടെ മക്കൾ കലാലയങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ അവരുടെ പൂർണ്ണമായ സുരക്ഷ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെയും എല്ലാം കൂട്ടായ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായ കാര്യമാണ്.
കലാലയങ്ങളിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞയക്കുന്നത് അവരുടെ ഭാവി സുരക്ഷിതമാകണം എന്നാഗ്രഹിച്ചിട്ടാണ്. ഭാവി സുരക്ഷിതമാവുക എന്ന് പറഞ്ഞാൽ ഒരു മക്കളോട് യഥാർത്ഥമായ സ്നേഹമുള്ള ഒരു രക്ഷിതാവ് ആ ഭാവിയെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് എന്താണ്? എല്ലാവർക്കും അറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ. ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന കാണാം, റബ്ബി ഹബിലി ഹുക്മൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഹബിലി ഹുക്മൻ, എന്റെ രക്ഷിതാവേ എനിക്ക് നീ അറിവ് നൽകണമേ. റബ്ബി ഹബിലി ഹുക്മൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നല്ലവരിൽ ഉൾപ്പെടുത്തണമേ. നല്ലവരിൽ ഉൾപ്പെടുത്തണം, നല്ലത് പറയിപ്പിക്കാൻ, നല്ലത് പറയാൻ എനിക്ക് നീ വിജ്ഞാനം നൽകണമേ. വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി പ്രദാനം ചെയ്യണമേ. സൽകീർത്തി പ്രദാനം ചെയ്യണമേ. വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം, ജന്നാത്തുൻ നഈം എനിക്ക് അനന്തരമായി നൽകണമേ. ഈ പ്രാർത്ഥനയിലുണ്ട് എല്ലാം. എന്തിനാണ് അറിവ്? എന്തിനാണ് വിദ്യാഭ്യാസം? നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാവി സുരക്ഷിതമാക്കുക എന്ന് പറയുന്ന ഭാവി കേവലം ഈ ദുനിയാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അതിനപ്പുറം വല്ലതുമുണ്ടോ? ഇതെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു അമാനത്തായിട്ടാണ് അള്ളാഹു നമുക്ക് നമ്മളെ മക്കളെ തന്നത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അത് തന്ന മാതിരി തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. അമാനത്ത് എന്ന് പറയുന്നത് നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു വസ്തുവാണ്, സൂക്ഷിപ്പ് സ്വത്താണ്. അള്ള ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ് നമ്മളെ മക്കള്. ഈ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് അതുപോലെ തിരിച്ചു കൊടുക്കണം, തന്നതുപോലെ തിരിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, ഒരല്പമെങ്കിലും നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ള നമ്മളെ കൈകളിലേക്ക് തന്ന മക്കള് അത് ശുദ്ധമായ പ്രകൃതിയിലാണ്. മാമിൻ മൗലൂദൻ യൂലദു ഇല്ല അലൽ ഫിത്ര. അബവാഹു, മാതാപിതാക്കളാണ് അവനെ ബാക്കിയെല്ലാം ആക്കണത്. അള്ള തന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. നമുക്ക് ജനിച്ച കുട്ടി അന്നേ മരിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി സ്വർഗത്തിലാണ്. കാരണം ശുദ്ധമായ പ്രകൃതിയാണ്. അള്ള ശുദ്ധമായ പ്രകൃതിയോടെ ഏൽപ്പിച്ച അമാനത്ത് അതങ്ങനെ തിരിച്ചു കൊടുക്കാൻ എത്ര രക്ഷിതാക്കൾക്ക് ഉറപ്പുണ്ട് പടച്ചോൻക്ക് തിരിച്ചു കൊടുക്കാൻ? നമ്മളെ മക്കൾ മരിച്ചാൽ നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ള തന്നതാണ്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ല ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. നമ്മൾ ആശ്വസിപ്പിക്കും മരണ വീട്ടിൽ ചെന്ന മാതാപിതാക്കളെ. അള്ള തന്നതൊക്കെ അള്ളാഹ്ക്കുള്ളത് തന്നെയാണ്. അള്ള എടുത്തതൊക്കെ അള്ള തന്നതാണ്. എല്ലാത്തിനും ഒരു അജലുണ്ടെന്നൊക്കെ നമ്മൾ പറയും. സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് തന്നതുപോലെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നമ്മളെ മക്കൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളെ മാതിരി നമുക്കെന്തെങ്കിലും നമുക്കൊരു നേരം ഭക്ഷണം കിട്ടിയില്ല, നമുക്ക് പ്രശ്നമില്ല. നമ്മളെ മക്കൾ പട്ടിണി കിടന്നാൽ ഒരു നേരം നമ്മളെ മക്കൾക്ക് അന്നം കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ ഹൃദയം തകരും. നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുന്നുവെങ്കിൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാത്തവരാണ് നമ്മളെങ്കിൽ ആ സങ്കടം തീർത്താ തീരൂല. നല്ല മെമ്മറി പവറുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള
മക്കളെ അള്ളാഹ് നമുക്ക് തന്നിട്ട് അത് ഉപയോഗപ്പെടുത്താൻ, അവരെ ആ നിലക്ക് ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു രക്ഷിതാവാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ സങ്കടം അത് പറഞ്ഞാൽ തീരാത്ത സങ്കടമാണ്. നമുക്ക് അള്ളാഹു മക്കളെ തന്നത് മുതൽ, ഒരു കുട്ടി ജനിച്ചു, ഉമ്മാക്ക് മുലപ്പാല് കുറവാണെങ്കിൽ, മുലപ്പാല് കൊടുക്കാൻ ഉമ്മാക്ക് കഴിയുന്നില്ലെങ്കിൽ, കുട്ടി കരയുന്ന സമയത്ത് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ കഴിയാത്തൊരു ഉമ്മയുടെ വേദന എത്രയായിരിക്കും? അതുമുതൽ തുടങ്ങുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ മക്കൾക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി എന്തൊക്കെ നൽകാൻ പറ്റും അതൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് വിദ്യാഭ്യാസം, അറിവ്. അതുകൊണ്ട് കുറച്ച് സമയം മക്കൾക്ക് വേണ്ടി നമ്മളൊക്കെ മാറ്റിവെക്കണം. മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസമാകട്ടെ, മതപരമായ വിദ്യാഭ്യാസമാകട്ടെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. ഡോക്ടർ അടുക്കിലേക്ക് കൊണ്ടുപോവാന്, ആശുപത്രിയിൽ പോവാന്, കുട്ടികളുമായി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാന്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമയം മാറ്റിവെക്കും. എന്നാൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മൾ ഒരാഴ്ചയിൽ 7 ദിവസവും, ആഴ്ചയിൽ 6 ദിവസവും നമ്മൾ പണിക്ക് പോവാണ്, ജോലിക്ക് പോവുകയാണ്. എന്തിന്? മക്കളെ പോറ്റാന്. എങ്കിൽ ഒരു ദിവസം നമ്മളെ വരുമാനം കുറഞ്ഞാലും വേണ്ടില്ല, സ്കൂളിൽ ഒരു PTA നടക്കുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കളായിട്ട് ഉപ്പമാര് തന്നെ പോണം. പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള +2 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വലിയ മുതിർന്ന കുട്ടികളുടെ അത്തരം രക്ഷാകർതൃ മീറ്റിങ്ങിന് വാപ്പാര് പോണം. പലപ്പോഴും നമ്മൾ കാണല് ഉമ്മാരാണ് ഈ മീറ്റിങ്ങിനൊക്കെ വരിക. ഇവരോട് പറയുന്നതിനും അവര് ആ രൂപത്തിൽ ഉൾക്കൊള്ളുന്നതിനുമൊക്കെ നമുക്ക് പരിമിതികളുണ്ട്. വാപ്പാരോട് പറയേണ്ടത്, വാപ്പാരറിയേണ്ടത്, വാപ്പാരെന്നെ അറിയണം. അത് ഉമ്മ അറിഞ്ഞിട്ട് കാര്യമില്ല. രണ്ടും രണ്ട് പ്രകൃതമാണ്. പടച്ചോൻ പടച്ചതാണ്. നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അവർ പുറപ്പെട്ടു പോകുന്നത്, തിരിച്ചു വരുന്നത് എല്ലാം നമ്മൾ അറിയണം. ഇന്ന് ഉന്നത വിദ്യാഭ്യാസം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം ഞാൻ പറഞ്ഞാൽ വെല്ലുവിളികളുണ്ട്. സ്കൂളിന്റെ പരിസരങ്ങളിൽ, അങ്ങാടികളിൽ, ക്യാമ്പസുകളിൽ ലഹരി വ്യാപകമാണ്. അതിന്റെ കച്ചവടക്കാർ വ്യാപകമാണ്. നമ്മളെ മക്കളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളടക്കം ഇതിന് വിധേയരാണ്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കുട്ടി, ജൂൺ മാസത്തിൽ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ 3-4 മാസം കൊണ്ട് ആ ഒരു ക്ലാസ്സിൽ 10-11 കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളായിട്ട് മാറും. ഒരു സംശയവും വേണ്ട. അത്രയും വ്യാപകമാണ്. നമ്മളെ കുട്ടികളുടെ സ്വഭാവം മാറ്റം വരും, പെരുമാറ്റത്തിൽ മാറ്റം വരും. അവരുടെ ബുദ്ധിയെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, അവരെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള വിവരം അധ്യാപകരെയോ രക്ഷിതാക്കളെയോ അറിയിക്കാൻ, നിർബന്ധമായും അറിയിക്കാൻ നമ്മൾ ആ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കണം. ഏറ്റവും വലിയ വെല്ലുവിളി സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇത്തരം മാഫിയകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ മക്കളെ മുന്നിൽ വെച്ച്, പ്രിയപ്പെട്ട മക്കളെ മുന്നിൽ വെച്ച് കോടികൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല അക്രമങ്ങൾക്കും, പല ദുർമാർഗങ്ങൾക്ക് വേണ്ടിയും, പല അധാർമിക പ്രവണതകൾക്ക് വേണ്ടിയും നമ്മളെ മക്കളെ ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ ഉണ്ടായി വരുന്ന പുതിയ ലിബറലിസം. വല്ലാത്തൊരവസ്ഥയിലേക്ക് ആണും പെണ്ണും കൂടിക്കലർന്ന് ഒന്നുമല്ലാതെയായി. ഇപ്പോ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അതിര് കവിഞ്ഞ ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നല്ല, ഒരു പെൺകുട്ടിക്ക് 2-3 ബന്ധങ്ങൾ, ചെറുപ്പക്കാര് ഇല്ല എങ്കിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന, ഇല്ല എങ്കിൽ അത് മോശമാണ് എന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ രാജ്യം, നമ്മുടെ നാട്. ഗൗരവമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഈ രംഗത്തൊക്കെ കുട്ടികൾക്ക് കണിശമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആ രൂപത്തിൽ നമ്മളെ മക്കളെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കണം. ഈ വെല്ലുവിളികളെ മുഴുവനും നേരിടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അവരുടെ യൂണിഫോം,
നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ലൂസിൽ തയ്ച്ചു കൊടുക്കുക. ആൺകുട്ടികൾക്കാണെങ്കിൽ അത് ഒരു 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 വിദ്യാർത്ഥിക്ക് അതിന്റെ മാന്യതക്ക് ആവശ്യമായ രൂപത്തിലുള്ള യൂണിഫോം ധരിച്ചു അത് അടിച്ചു കൊടുക്കുക. അവരുടെ മുടി ഒക്കെ വെട്ടുമ്പോൾ ഒരു മാന്യമായ രൂപത്തിൽ മുടിയുടെ ഒരു ഭാഗം വെട്ടി മറ്റൊരു ഭാഗം, രണ്ട് ഭാഗം വെട്ടി ഒരു ഭാഗത്ത് മുടി നിർത്തുന്നത് റസൂലുള്ള പറഞ്ഞു ശാപമുണ്ടവർക്ക്. ഈ ശാപം കിട്ടിയ മക്കളാകണോ നമ്മളെ മക്കള്? ഒരു ഭാഗത്ത് മാത്രം മുടി വളർത്തി രണ്ട് ഭാഗത്ത് പറ്റ വടിക്കുന്ന തലയുണ്ടെങ്കിൽ അത് ശാപമാണ്. ശാപം കിട്ടിയ മക്കളാകണോ? റസൂലുള്ള പറഞ്ഞു ഒന്നുകിൽ മുടി മൊത്തത്തിലെടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് വിട്ടേക്കുക. ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെത്തിയെടുക്കുന്ന അത്തരത്തിലുള്ള മുടി വളർത്തുന്നതും മുടി വെട്ടുന്നതും അത് ഇസ്ലാമിൽ പറഞ്ഞതല്ല, മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞതല്ല, ഹറാമാണത്. ഈ ഹറാമായ മുടിയും വെട്ടിയാണ്, ഈ ഹറാമായ തലയും കൊണ്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കാൻ പോണത്. പിന്നെ അതിന്റെ ഈ ഹറാമായ തലയും കൊണ്ട് പോകുന്ന മക്കൾക്ക് ഹലാലായത് വല്ലതും ആ തലന്റെ ഉള്ളിലേക്ക് കയറണ്ടേ? കയറുമോ? നമ്മൾ ചിന്തിക്കുക. ആ കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾക്ക് ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. യൂണിഫോമിന്റെ കാര്യത്തിലൊക്കെ ദീനാണ് സഹോദരങ്ങളെ സുരക്ഷയുടെ മാർഗം. നമ്മൾ എത്ര സുരക്ഷയുടെ മാർഗം സ്വീകരിച്ചാലും നമ്മളെ മക്കൾക്ക് ദീന് കൊടുക്കാൻ കഴിഞ്ഞാൽ വഅസ്ലിഹ് ലീ ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി, എന്റെ കാര്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങളുടെയും സുരക്ഷയായ എന്റെ ദീന് എനിക്ക് നീ നന്നാക്കി തരണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വഅസ്ലിഹ് ലീ ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി. അപ്പൊ നമ്മളെ കുട്ടികൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരുപാട് ഭയമാണ്, പേടിയാണ്. ഇപ്പൊ ഈ വെക്കേഷൻ നിങ്ങൾ കണ്ടില്ലേ, എന്റെ തൊട്ടടുത്ത പ്രദേശത്ത് രണ്ട് കുട്ടികളെ, ഇന്ന് പുല്ലിപ്പുഴയിൽ നിന്നൊരു കുട്ടിയെ, 12 വയസ്സുള്ള കുട്ടിയെ 2 ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. പുഴയെന്നാണ് മൃതദേഹം കിട്ടിയത്. മിനിയാന്ന് കളിക്കാൻ വേണ്ടി വേങ്ങര കുളത്തിലേക്ക് പോയതാണ്, മുങ്ങി മരിച്ചു. മയ്യത്ത് ഇന്നലെ ഖബറടക്കി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. സഹോദരങ്ങളെ, അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന റോഡാണ്. ഒരുപാട് അപകടങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ. ഇതൊക്കെ നമ്മളെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊക്കെ അത്രയും വലിയ ആശങ്കയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. എങ്കിൽ ദീനാണ് സുരക്ഷ. എന്താ ദീന്? നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ മക്കളാകണം നമ്മളെ വീട്ടിലുള്ള മക്കള്. അവരിറങ്ങിപ്പോകുന്ന സമയത്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. അവർ പഠിക്കാൻ പോവുകയാണ്, പഠിപ്പിക്കുന്നതൊക്കെ തലയിൽ കയറണം. അവർക്ക് പഠനം എളുപ്പമാകണം, പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയണം. ആ ഗ്രഹിച്ചതും പഠിച്ചതുമൊക്കെ പേപ്പറുകളിലേക്ക് എഴുതി ഉന്നതമായ മാർക്ക് കിട്ടാൻ അവർക്ക് സാധിക്കണം. അതിനെ റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് ഇറങ്ങി പുറപ്പെട്ടു പോകണം. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോണ മക്കള്, ഏത് മക്കളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകല്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗേറ്റ് വരെ, വാഹനം കയറുന്നത് വരെ, സ്കൂൾ വാഹനം കയറുന്നത് വരെ നമ്മൾ മക്കളെ പിന്തുടർന്ന് പോകും. രാവിലെയുള്ള തിരക്കാണ്. ഇനി സ്കൂൾ തുറന്നാൽ ഉമ്മാർക്കൊക്കെ തിരക്കാണ്. കാരണം കുട്ടികളെ ഒരുക്കുന്ന തിരക്കാണ്, അല്ലെ? അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാം നീക്കി വെച്ചിട്ട് കുട്ടികളെ നമ്മൾ യാത്ര പറഞ്ഞയക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഇല്ലേ? വെറും ബാഗിൽ പുസ്തകം വെച്ചു കൊടുത്ത് ഉച്ചക്കത്തെ ചോറും വെച്ചു കൊടുത്താൽ എല്ലാം ആയോ? ഉമ്മാക്കും വാപ്പാക്കും ഒരു ബാധ്യതയല്ലേ? കുട്ടി ഇറങ്ങിയാണ്ട് പോകുമ്പോൾ, കുട്ടിനെ യാത്ര അയക്കുമ്പോൾ ഡെയിലി യാത്ര അയക്കുമ്പോൾ ഒരു പ്രാർത്ഥനയല്ലേ? എന്താണ് ആ പ്രാർത്ഥന? നമ്മളെ പൊന്നു മക്കളെ അള്ളാനെ ഏൽപ്പിക്കണ പ്രാർത്ഥന. എത്ര ആൾക്കാർക്ക് അറിയും? നമ്മളെ പൊന്നു മക്കളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഹവാതീമ അമലിക. അസ്തൗദിഉല്ലാഹ ദീനക, മോനെ നിന്റെ ദീന് ഞാനിതാ അള്ളാനെ ഏൽപ്പിക്കുകയാണ്. വഅമാനതക, നിന്റെ അമാനത്ത്, നിന്നിൽ എനിക്കുള്ള അമാനത്ത്, നിന്റെ അമാനത്ത് ഞാനിതാ പടച്ചോനെ ഏൽപ്പിക്കുകയാണ്. വഹവാതിമ അമലിക്, നീ പോകുന്ന ഈ പഠനമെന്ന ജോലിയുടെ എല്ലാ പര്യവസാനവും അതിന്റെ എല്ലാ ഹൈറുമാണ് അള്ളാഹുവെ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് മക്കളെ യാത്രയാക്കണം. എത്ര വാപ്പാരും ഉമ്മാരും മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ യാത്രയാക്കാറുണ്ട്? ഇതാണ് ഇസ്മത്തു അംരി. അപ്പൊ കുട്ടികൾ ടാറ്റ പറഞ്ഞ് വണ്ടി കയറല്ല വേണ്ടത്.
ഇത് പറയുമ്പോൾ കുട്ടികളും തിരിച്ചു പറയാനുണ്ട്. എന്താ തിരിച്ചു പറയാനുള്ളത്? അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഹു. അല്ലാഹുവോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ അള്ളാനെ ഏൽപ്പിച്ച ഉമ്മാന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയാതിരിക്കട്ടെ. പ്രിയപ്പെട്ട വാപ്പാന്റെ പ്രാർത്ഥന അള്ളാഹു പാഴാക്കാതിരിക്കട്ടെ. അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഹു. ഈ യാത്രയപ്പ് പടച്ചോൻ അത് തട്ടിമാറ്റാതിരിക്കട്ടെ, പടച്ചോൻ സ്വീകരിക്കട്ടെ എന്ന് മക്കളും പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഇത് ദീനാണ്. സ്കൂൾ തുറക്കുന്ന ദിവസം വീട്ടിൽ നിന്ന് നമ്മളെ കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇനി അവർ വാഹനത്തിൽ കയറി പോകുന്നത്, വലിയ മക്കൾ സൈക്കിൾ എടുത്ത് പോവുകയാണ്, വലിയ മക്കൾ കാറെടുത്ത് പോവുകയാണ്, സ്കൂട്ടർ എടുത്ത് പോവുകയാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലദീ സഖറലനാ തുടങ്ങിയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് ഈമാൻ പകർന്നു കൊടുക്കണം. എന്താണ് ഈമാൻ? പ്രതിസന്ധിയിൽ തകരരുത്, ആ ഈമാൻ കൊടുക്കണം. ഒരു മാർക്ക് കുറഞ്ഞു, 2 മാർക്ക് കുറഞ്ഞു, ഒരു ഗ്രേഡ് കുറഞ്ഞു, തകർന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറെ മകളാണ്, ഒരു അധ്യാപികയുടെ മകളാണ് 10ാം ക്ലാസ്സിൽ 9 A+ കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്തത്. ഒരു A+ കുറവ്, ഒരു A+ പോയി 9 A+ കിട്ടിയിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ എന്ത് വേണം? നമ്മളെ മക്കൾക്ക് നമ്മൾ ഈമാൻ പകർന്നു കൊടുക്കണം. എല്ലാരെ പോലെയും പഠിക്കാൻ കഴിയില്ല മക്കളെ. അള്ളാഹു ഓരോരുത്തർ, എല്ലാവരും ശരീരം ഒരേപോലെയാണോ? ശരീരത്തിന് ഹൈറ്റിൽ വ്യത്യാസമല്ലേ, വെയിറ്റിൽ വ്യത്യാസമല്ലേ? കണ്ണും കാതൊക്കെ എല്ലാവർക്കും ഒരേപോലെയാണ്? അല്ല, ബുദ്ധിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഉപ്പാന്റെ കുട്ടിക്ക് ഉമ്മാന്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നത് പഠിക്ക്, ശ്രദ്ധിച്ചു പഠിക്ക്, അവരെ കൂടെ ഇരിക്കണം, പഠനത്തിൽ അവരെ സഹായിക്കണം, എന്നിട്ട് അവർക്ക് ഈമാൻ കൊടുക്കണം. ഇനി ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടരുത്. SSLCക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള പരീക്ഷകൾക്കോ ഫുൾ A+ കിട്ടലല്ല സഹോദര മക്കളെ എല്ലാം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. മറിച്ച് നമുക്ക് അല്ലാഹു തന്നത് എന്താണോ അത് പ്രകാരം പരമാവധി നമ്മൾ പരിശ്രമിച്ച് ശ്രമിച്ച് പഠിച്ച് മാർക്ക് വാങ്ങി ഈ ലോകവും നാളെ പരലോകവും കിട്ടണം. അത് നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം. സ്കൂളിന്റെ കൂടെ മദ്രസയും തുറക്കുന്നുണ്ട്. മദ്രസയിൽ നിന്ന് കിട്ടുന്നത് സ്കൂളിന്റെ തുടർച്ചയാണ്. മദ്രസയിൽ നിന്നൊന്നും കിട്ടാതെ പല ആൾക്കാരും ഒരു മണിക്കൂർ സ്കൂളിൽ മദ്രസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മദ്രസ ഒഴിവാക്കിയിട്ട് കൊണ്ടുപോയി ചേർക്കുക. അല്ലെങ്കിൽ ഒരു പീരീഡ്, ഒരു 40 മിനിറ്റ് മദ്രസയുണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് സ്കൂൾ കൊണ്ടുപോയാക്കുകയാണ്. സഹോദരങ്ങളെ, മദ്രസകളിൽ നിന്ന് കിട്ടേണ്ടത് മദ്രസകളിൽ നിന്ന് തന്നെ കിട്ടണം. അത് സ്കൂളിലുള്ള ഒരു പീരീഡ് കിട്ടിയിട്ട് കാര്യമില്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ള, മതപരമായ അറിവുള്ള ആളുകൾക്കാണ് അള്ളാനെ പേടി ഉണ്ടാകുക. നമ്മളെ മക്കൾക്ക് അള്ളാനെ പേടിയുള്ള മക്കളാണെങ്കിൽ അവർക്ക് മാതാപിതാക്കൾ അനുസരണ ഉണ്ടാവും, പറയിപ്പിക്കൂല. അതിന് ഇൽമ കിട്ടണം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കും, സുജൂദ് ചെയ്യും, നിന്ന് നമസ്കരിക്കും. അള്ളാഹ് പരലോകത്തെ അവർ ഭയപ്പെടും, അള്ളാഹിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കും. അള്ളാഹ് പറയാ, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്ത ആളുകളും ഒരുപോലെയാണോ? അതിന്റെ മറുപടി അല്ല എന്നാണ്. സഖറല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹ് എളുപ്പാക്കി കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും മതപരമായ വിജ്ഞാനം കൊടുക്കൂല. യുത്തിൽ ഹിക്മത മൻ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മതപരമായ വിജ്ഞാനം കൊടുക്കും. അത് നമുക്ക് വാങ്ങണം. അള്ളാഹിന്റെ ഉദ്ദേശത്തിൽ നിന്ന് കിട്ടണം. അത് ചോദിച്ചു വാങ്ങണം, ആഗ്രഹിച്ചു ചെല്ലണം. വമൻ യുതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. വമൻ യുതൽ ഹിക്മത. മതപരമായ അറിവ് ആർക്ക് നൽകപ്പെട്ടുവോ അവന് കണക്കില്ലാത്ത ഖൈറാ കിട്ടിയത്. സഹോദരങ്ങളെ, നമ്മളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക മാർഗങ്ങളുടെയും പൂർണ്ണ സുരക്ഷ എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. രണ്ടും ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. وآخر دعوانا أستغفر الله أقول قولي هذا أستغفر الله لي ولكم إنه هو التواب الرحيم. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ദിവസം തക്ഫീർ ലിസ്സയ്യിആത്ത് വകസബുൻ ലിൽ ഹസനാത്ത് വറഫഉൻ ലിദ്ദറജാത്ത്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരുപാട് തിന്മകൾ മായ്ക്കപ്പെടുന്ന, നന്മകൾ ധാരാളമായി സമ്പാദിക്കാൻ പറ്റിയ, പദവികൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ചയായിട്ട് തന്നെ കാണാം. പദവികൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു മയ്യത്ത് കണ്ടാൽ, ഒരു മരിച്ച മനുഷ്യന്റെ മയ്യത്ത് കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹു മഗ്ഫിർ ലഹു വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയൻ, ദറജ ഉയർത്തി കൊടുക്ക പടച്ചോനേന്ന്. മരണത്തിന് ശേഷം നമ്മുടെ പദവി തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ധാരാളം നന്മകൾ സമ്പാദിക്കാനും തിന്മകൾ പൊറുക്കപ്പെടാനും പറ്റുന്ന ദിവസമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച പാഴാക്കാതിരിക്കുക. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ഒരേപോലെ ആകുന്നത് ഒഴിവാക്കുക. ഒരുക്കം കണ്ടില്ല നിങ്ങൾ, സലഫുകളിൽ, മുൻഗാമികളിൽ, റസൂലുള്ളാഹിന്റെ സഹാബത്തിൻ്റെയൊക്കെ അവർ വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകം അവർ ഒരുങ്ങും. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അൽ കഹ്ഫ് അവർ രാവിലെ ഓതും. അവർ കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി അവർ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടും. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക ഒരുക്കമാണ്. അതിങ്ങനെ സാധാരണ വെള്ളിയാഴ്ച പോലെ, വ്യാഴാഴ്ച ശനിയാഴ്ച നടക്കുന്ന പോലെയല്ല വെള്ളിയാഴ്ച. സാധാരണ ദിവസങ്ങളിൽ ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ നമ്മൾ എത്തിയാൽ മതി. എങ്കിൽ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പെത്തണം. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയാൽ മതി. എന്നാൽ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഏറ്റവും ചുരുങ്ങിയത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എത്തണം. ആദ്യമാദ്യം വരുന്നവർക്കുള്ള ശ്രേഷ്ഠതൊക്കെ എത്രയോ നമ്മൾ കേട്ടതാ, അവർക്കുള്ള പദവികളൊക്കെ. ഇമാമ് മിമ്പറയിൽ കയറി സലാം പറഞ്ഞാൽ മലക്കുകളുടെ ഗ്രന്ഥം പൂട്ടപ്പെടും. ആ രജിസ്റ്ററിൽ പിന്നീട് ജുമാക്ക് വന്നവരില്ല. നമ്മളൊരു സമ്മേളനത്തിന് പോവുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടാവും. അന്ന് ആൾക്കാരെ പേരൊക്കെ അവിടെ എഴുതി വെക്കും, അല്ലേ? ജുമാക്ക് വരുന്നവരുടെ രജിസ്ട്രേഷൻ നടത്തുന്ന മലക്കുകളാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഉണ്ടാകും ആ രേഖ സലാം പറയുന്നതോടുകൂടി പൂട്ടിവെക്കപ്പെടും. അപ്പം അതുകൊണ്ട് ജുമാക്ക് നേരത്തെ പള്ളിയിലെത്തുക. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സലാം പറയുമ്പോൾ സലാം മടക്കാൻ കണക്കാക്കി പള്ളിയിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ജുമാക്കൊക്കെ വരണത്, അല്ലേ? എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് നമ്മൾ പോണം. നമ്മൾ ആരാണെങ്കിലും എന്തുണ്ടെങ്കിലും. ഇപ്പം കഴിഞ്ഞ ദിവസം ബഹുമാനനായ നമ്മുടെ ഒരു സഹോദരൻ കരിമ്പ ഷമീർ എന്ന് പറയും, എല്ലാവർക്കും അറിയാം, ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തിയൊരു മനുഷ്യനാണ്. ഒരു കരിമ്പ എന്ന് ആ പേരിൽ അറിയപ്പെടുന്ന ഒരു കുളത്ത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെങ്കുത്തായ മലകളിൽ നിന്ന് ഊർന്നിറങ്ങി വലിയ മരങ്ങളിൽ കയറി ഇറങ്ങി പുഴകളിലും കടലുകളിലൊക്കെ പോയ മയ്യത്തുകളൊക്കെ എടുക്കുന്ന, ഒരുപാട് ജീവനുകൾ രക്ഷിച്ച ഒരു സാഹസികനായൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരുപാട് സാഹസികതകൾ ചെയ്തിട്ടുള്ള, ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുള്ള, വെള്ളക്കെട്ടുകളിൽ നിന്ന്, വെള്ളച്ചാട്ടങ്ങളിൽ നിന്നൊക്കെ, വലിയ മലകളിൽ നിന്നൊക്കെ ആ കൊളുത്തിട്ടിട്ട് കയറിലിറങ്ങിയിട്ട് ഒരുപാട് മനുഷ്യന്മാരെ രക്ഷിച്ച ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം അറ്റാക്ക് വന്ന് മരിച്ചു. ചെറുപ്പക്കാരനാണ്. നമ്മളൊക്കെ വായിച്ചു. നമ്മുടെയൊന്നും ജീവിതം, സഹോദരങ്ങളെ, നമ്മുടെയൊന്നും നിയന്ത്രണത്തിലല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ഈ ഓട്ടപ്പാച്ചിലിനിടക്ക് മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കുള്ള സമ്പാദ്യം, അത് സമ്പാദിക്കുന്നതിൽ വീഴ്ച വരാതിരിക്കാൻ ശ്രമിക്കുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് ഓർക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹിലേക്ക് ധൃതിപ്പെട്ട് വരണം. വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്കാരമാതിരി ദൂരം നിസ്കരിക്കണമാതിരി 4 റക്അത്ത് നിസ്കരിച്ച് പോലല്ല. ആ 2 റക്അത്ത് നിസ്കാരമല്ല, മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ജുമാ എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കലാന്ന് ആരും എന്നും കരുതി വെക്കരുത്. ജുമാ പൂർണ്ണമാകണമെങ്കിൽ ഖുതുബ ആദ്യം മുതലേ ശ്രദ്ധിച്ച് കേട്ട് നമസ്കാരം പൂർണ്ണമാകണം. അപ്പോഴേ ജുമാ കിട്ടുള്ളൂ.
അല്ലാതെ 2 റക്അത്ത് നിസ്കാരത്തിൽ വന്ന് കൂടിയാലേ, അല്ലെങ്കിൽ ഖുത്ബൊക്കെ തുടങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലൊക്കെ വന്ന് ഈ സദസ്സിൽ ഇരുന്നാൽ ജുമഅ കിട്ടുമെന്ന് ആരും കരുതി വെക്കരുത്. ഓരോ കാര്യങ്ങളും അതിന്റെ മട്ടത്തിന് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി ഭൂമിയിലെ ഏറ്റവും ഹൈറായ ദിനങ്ങൾ ഏതാ? ഭൂമിയിലെ ഏറ്റവും ഹൈറായ ദിനങ്ങൾ ദുൽഹജ്ജ് പറന്നാലാണ്. ആ ദുൽഹജ്ജ് പറക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ അവസരങ്ങളും സമയങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഉദ്ഹിയ്യത്തിന് പല ആളുകളും ഇനിയും പേര് കൊടുക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉദ്ഹിയ്യത്തിന് പേര് കൊടുക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവർ ലാ യഖ്റബന്ന മുസല്ലാന, മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അത്രയും പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹൈറുകൾക്കും സാക്ഷികളായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോരക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.